സങ്കടം കണ്ട മനസ്സലിയുന്ന ആളാണെന്ന് പാറും മീരയൊക്കെ പറഞ്ഞത് സത്യാണെന്ന് എനിക്കിപ്പോ മനസ്സിലായി. ഇത്രയും കാലത്തിനിടയില് ഞാൻ ഇത്രയധികം സന്തോഷിച്ചൊരു ദിവസം മുൻപ് വേറെ ഉണ്ടായിട്ടില്ല. നന്ദിയുണ്ട് കണ്ണ, ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. പാറുവിന്റെ സൈക്കിള് കിട്ടാൻ പ്രാർത്ഥിച്ചു. കണ്ണൻ അത് സാധിച്ചു കൊടുത്തു. നീ നിന്റെ പപ്പയുടെയും അമ്മയുടെയും കൂടെ നിന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനുള്ള ഭാഗ്യം തരണേന്ന് പ്രാർത്ഥിച്ചു. കണ്ണൻ അത് നിറവേറ്റി തന്നു. ആരെയും കൈവിടാത്ത ആളാ എന്റെ കണ്ണൻ. ശിവന്റെ അവന്റെ ആൾക്കാരുടെയും കണ്ണു വെട്ടിച്ച് പപ്പയും മമ്മിയും നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തിച്ചത്? അങ്ങനെ ചോദിച്ചാ നീ കണ്ണനോട് പറഞ്ഞു. കണ്ണനായിരിക്കും ഗന്ധർവനോട് പറഞ്ഞത്. ഗന്ധർവൻ ഇടപെട്ടതോടെ ഇമ്പോസിബിൾ എന്ന് നമ്മൾ എല്ലാരും കരുതിയത് പുഷ്പം പോലെ നടന്നു. ആളെ അറിയില്ലെങ്കിലും ഒരു കാര്യം ഉറപ്പാ, ആളൊരു ഹീറോ തന്നെയാ. ശരിക്കും എന്താ ഉണ്ടായത്? മുഴുവൻ പറ. പിറന്നാളിന് പോലും മമ്മിയും പപ്പയും അടുത്തുണ്ടാവില്ല എന്ന സങ്കടത്തിലാ നീയെന്ന് ഭൂമിക മാഡത്തിനോട് ഞങ്ങൾ പറയാൻ പോയതാ. പക്ഷെ പ്രിയൻചേട്ടൻ അവിടെ ഉണ്ടായിരുന്നോണ്ട് ഞങ്ങക്ക് പറയാൻ കഴിഞ്ഞില്ല. മാഡം വേറെ എവിടെയോ പോവുകയും ചെയ്തു. അപ്പഴാ ഇവള് ഗന്ധർവന്റെ കാര്യം പറഞ്ഞത്. ഗന്ധർവൻ എങ്ങനെ കണ്ടുപിടിക്കാനാ? പക്ഷെ ഗന്ധർവൻ എങ്ങനെയോ അറിഞ്ഞു. ദേ ശിവനും അയാളുടെ ആൾക്കാരും അപകടകാരികളല്ലേ? അതുകൊണ്ടായിരിക്കും ആശുപത്രിയിലെ നഴ്സുമാരെയും മറ്റു ജീവനക്കാരെയും ഒന്നും ഈ കളിയിൽ പങ്കെടുപ്പിക്കണ്ടെന്ന് ഗന്ധർവൻ തീരുമാനിച്ചത്. ഗന്ധർവൻ തന്നെ അതിനെ പറ്റിയ ആൾക്കാരെയും ഏർപ്പാടാക്കിയിരുന്നു. നിന്റെ പപ്പ നെഞ്ചുവേദന അഭിനയിച്ചു. മനസ്സെല്ലാം മനസ്സോടെയാണെങ്കിലും നിന്റെ പപ്പയെയും മമ്മിയും കൊണ്ട് ആ ശിവന് ഇവിടുത്തെ ആശുപത്രിയിൽ വരേണ്ടി വന്നു. പിന്നെ അടിയായിരുന്നു, ഒരിഞ്ഞ അടി. പ്രിയൻചേട്ടനും മോഹൻചേട്ടനും ജയന്തി ചേച്ചിയും സൗസവും ഞാനും ഒക്കെ കയ്യിൽ കിട്ടിയതൊക്കെ എടുത്ത് ശരിക്കും പെരുമാറി. പ്രിയൻചേട്ടന്റെ ചവിട്ട് കൊണ്ടിട്ട് ശിവന്റെ ഗുണ്ടകളൊക്കെ പറന്നുപോയി. അങ്ങനെ പറഞ്ഞ നീ വിശ്വസിക്കോ? അത് കാണാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്ന സങ്കടത്തിലാ ഞാൻ. ഞാനും ആയിഷയും ഇവിടെ ബാക്കി കാര്യങ്ങൾ റെഡിയാക്കുന്നതിന്റെ തിരക്കിലായിരുന്നു. നിങ്ങളോടൊക്കെ എങ്ങനെയാ നന്ദി പറയണ്ടെന്ന് എനിക്കറിയില്ല. സ്വന്തം ജീവൻ പോലും പണയം വെച്ചല്ലേ നിങ്ങൾ എന്റെ സങ്കടം തീർത്തു തന്നത്. എന്നെ ഇതുവരെ നേരിട്ട് കണ്ടിട്ടുകൂടിയില്ലാത്ത മോഹൻ ചേട്ടനും സൗന്ദര്യയും ജയന്തി ചേച്ചിയും ഗന്ധർവനും ഒക്കെ എന്നെ സഹായിച്ചില്ലേ? അവരോടൊക്കെ ഞാൻ എങ്ങനെയാ പാറു നന്ദി പറയാ? അവരോട് മാത്രമല്ല, എന്നോട് നന്ദി പറയണം. നന്ദി വെറും വാക്കിൽ ഒതുങ്ങേയില്ല. നിങ്ങൾക്ക് ഞാൻ എന്ത് വേണമെങ്കിലും തരാം, പോരെ? അത് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. നിന്റെ പപ്പയും അമ്മയും തിരിച്ചു പോവല്ലേ? വാ. ശിവനെയും ഗുണ്ടകളെയും പേടിച്ച് എവിടെയോ ഒളിച്ചു കഴിയുന്ന എന്റെ മോളെ ഓർത്ത് ഞാൻ കരയാത്ത ദിവസങ്ങളില്ല. കഴിക്കാനിരിക്കുമ്പോ എന്റെ മോള് കഴിച്ചിട്ടുണ്ടാവോന്ന് ഓർക്കും. പിന്നെ എനിക്ക് ആഹാരം ഇറങ്ങോ? എന്റെ മോൾ ഇവിടെയാണല്ലോ, ഇനി എനിക്ക് സമാധാനായിട്ട് ഉറങ്ങാം. ഇപ്പോഴും പപ്പയുടെ മടിയിൽ തലവച്ചുറങ്ങുന്ന കുട്ടിയാ. പപ്പയും മമ്മിയും അടുത്തില്ലാത്തത് കൊണ്ട് മോള് തളർന്നു പോകുമെന്നായിരുന്നു എന്റെ പേടി. എന്നാ ഇപ്പൊ മനസ്സിലായി, ഒരമ്മയുടെയും 3 കൂടപ്പുറപ്പുകളുടെയും നടുവില് എന്റെ മോള് സുരക്ഷിതയാ. ഇനി പപ്പയ്ക്കും സുഖമായിട്ടുറങ്ങാം. ജെന്നിഫറിനോട് നിങ്ങൾ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചു. തമാശ പറയാനും സന്തോഷം മാത്രം പങ്കിടാനുമുള്ളതല്ല സൗഹൃദം. അത് തളരുമ്പോ ചേർത്ത് പിടിക്കാൻ വേണ്ടിയാ, വീഴുമ്പോ താങ്ങാവാൻ വേണ്ടിയാ, ഇരുട്ടിൽ വെളിച്ചമാകാൻ വേണ്ടിയാ. എത്ര മക്കളാണെന്ന് ആരെങ്കിലും ചോദിച്ചാ ഒരു പെൺകുട്ടിയാണെന്നാ ഞാൻ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി ചോദിച്ചാ ഞാൻ പറയും, എനിക്കിപ്പോ 1 അല്ല
4 പെൺകുട്ടികളാണെന്ന്. എന്റെ മോള് ഇവിടെ സേഫ് ആണല്ലോ എന്നോർത്ത് നല്ല സമാധാനമുണ്ട്. ശിവന്റെയും ഗുണ്ടകളുടെയും വായിലേക്കാണല്ലോ തിരിച്ചു പോകുന്നെന്ന് ഓർക്കുമ്പോ നല്ല പേടിയുണ്ട്. വരുന്നിടത്ത് വെച്ച് കാണാം, അല്ലാതെ എന്ത് ചെയ്യാനാ? നിങ്ങളെ ഞാൻ അവരുടെ വായിലിട്ട് കൊടുക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ സേഫ്റ്റി ഉറപ്പുവരുത്തേണ്ടത് ഞങ്ങളുടെ കടമയാണ്. ഒരു വാടക വീട് ശരിയാക്കിയിട്ടുണ്ട്. ശിവന്റെയും അവന്റെ ആൾക്കാരുടെയും കണ്ണെത്താത്ത സ്ഥലത്ത്. അവരുടെ നമ്പർ ഈ കാർഡിലുണ്ട്. അവിടെ എത്തിയിട്ട് ഈ കാർഡിലുള്ള നമ്പറിൽ വിളിച്ചാൽ മതി. വാടക വീട്ടിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ ആള് വരും. ഇതിനൊക്കെ നിങ്ങളോട് ഞാൻ എങ്ങനെയാ നന്ദി പറയേണ്ടത്? എന്റെ ഫോൺ റിങ് ചെയ്യുന്നു. ഇനി വരുമ്പോ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ. പാറു, മീര, ജെനിഫർ, ഒന്നിങ്ങ് വന്നേ. എന്താടി? നിന്റെ പപ്പ കാറിലിരിക്കുമ്പോ പപ്പയുടെ മടിയിൽ ആരോ ഒരു പേപ്പർ ഇട്ടു. അതിൽ എഴുതിയിരിക്കുന്നത് പോലെയൊക്കെ ചെയ്തപ്പോ നിന്റെ പപ്പയ്ക്കും അമ്മയ്ക്കും ഇവിടെ എത്താനും കഴിഞ്ഞു. നിന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനും കഴിഞ്ഞു. പപ്പയുടെ മടിയിൽ ആ പേപ്പർ ഇട്ടുകൊടുത്തത് ആരായിരിക്കും? അതെന്താ ഇത്ര ചോദിക്കാൻ? ഗന്ധർവൻ ആണല്ലോ. എന്ന് വെച്ചാ നമ്മൾ ആരും ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഗന്ധർവനെ ജെനിഫറിന്റെ പപ്പയും അമ്മയും കണ്ടു. അവരോട് ചോദിച്ചാ അയാളുടെ രൂപം പറഞ്ഞു തരില്ലേ? ആ, അത് ശരിയാ. എന്നും പാറുവിന്റെ നിഴല് പോലെ നടക്കുന്ന ആളാണെന്നല്ലേ ഗന്ധർവൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ എപ്പോഴെങ്കിലും പാറു അയാളെ കണ്ടിട്ടുണ്ടാവും. അയാള് കാണാൻ എങ്ങനെയാണെന്ന് അറിഞ്ഞാ പാറുവിന് അയാളെ തിരിച്ചറിയാൻ കഴിയും. എന്നാ വാ. പപ്പ, പപ്പ അയാളെ ശരിക്കും കണ്ടിരുന്നോ? ആരെ? പപ്പയുടെ മടിയിൽ ആ എഴുത്തിട്ട ആള്. അയാളെ കാണാൻ എങ്ങനെയാ? ഏകദേശം എത്ര പ്രായം ഉണ്ടാവും? അത് പ്രായം നല്ല ഹൈറ്റും വെയിറ്റും ഉള്ള ആളാണോ പപ്പ? വെളുത്തിട്ടാണോ? എന്താ മോളെ, നിങ്ങക്ക് എന്താ അറിയണ്ടേ? അത് മമ്മി, ആരോ ഒരാള് പാറുവിന് എപ്പോഴും ഗിഫ്റ്റ് അയക്കും. അയാൾ ആരാണെന്നോ അയാളുടെ പേരെന്താണെന്നോ ഒന്നും പാറുവിന് അറിയില്ല. അയാൾ അയാളെ പറ്റി പറയുന്നത് ഗന്ധർവനാണെന്നാ. അയാള് കുഴപ്പക്കാരനൊന്നുമല്ല. അയാൾ എഴുതുന്ന എഴുത്തില് അനാവശ്യമായിട്ട് ഒരു വാക്കുപോലും ഉണ്ടാവാറില്ല. ഇവൾക്ക് അയാൾ ഒരുപാട് സഹായങ്ങളും ചെയ്തിട്ടുണ്ട്. പപ്പയും അമ്മ ഇവിടെ എത്തിച്ചത് സത്യം പറഞ്ഞ ഞങ്ങളോ പ്രിയനൊന്നും അല്ല, ഗന്ധർവനാ. പാറു എന്നും കാണുന്ന ആളാണെന്നാ അയാള് പറയുന്നത്. അയാള് കാണാൻ എങ്ങനെയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ പാറുവിന് അയാളെ തിരിച്ചറിയാൻ കഴിയുമായിരുന്നു. പക്ഷേ ഞാൻ അയാളെ ശരിക്കും കണ്ടില്ലല്ലോ മോളെ.